നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. മേഘന്റെ നന്മ ആഗ്രഹിക്കുന്ന ആത്മാവല്ലേ സുഭദ്രയുടേതും. അതുകൊണ്ടാ സുഭദ്രയുടെ ചിത്രം എടുത്തുകൊണ്ടുവരാൻ ഞാൻ ഭവാനിയമ്മയെ പറഞ്ഞു വിട്ടത്. എന്റെ ദൈവമേ, എന്തിനായിരുന്നു അത്? വേണ്ടായിരുന്നു. എന്താ ഈ പറയുന്നത്? വേണ്ടെന്നോ? അതെ, സുഭദ്ര എന്റെ നാശമാണ് ആഗ്രഹിക്കുന്നത്. സർവനാശം. അയ്യോ, അതെനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. എന്റെ ഭഗവാനെ, എങ്കിലത് ആപത്താണല്ലോ. ആ പടം എടുക്കുന്നതിന് മുമ്പ് അമ്മയെ നമുക്ക് തടയണം. പാടോ. അമ്മേ, ഇത് ഞാനാ. കുറച്ച് വെള്ളം എടുത്തിട്ടോ വേഗം. ഭവാനിയമ്മ എന്തു പറ്റി? ഭവാനിയമ്മേ, അമ്മേ കണ്ണു തുറക്കമ്മേ. ഭവാനിയമ്മേ, ഭവാനിയമ്മേ കണ്ണു തുറക്ക്. കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ, അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ കണ്ണു തുറക്കമ്മേ. അമ്മേ, അമ്മേ. എഴുന്നേക്കമ്മേ, എഴുന്നേക്ക. അമ്മേ, അയ്യോ, എന്താ എന്ത് പറ്റി അമ്മയ്ക്ക്? കാര്യം പറയാമേ, എങ്ങനെ അമ്മയുടെ ബോധം പോയത്? ഷോക്കടിച്ചു എന്നെ. എനിക്ക് ഷോക്കടിച്ചു. സുഭദ്രയുടെ ഫോട്ടോയിൽ തൊട്ടപ്പോ എനിക്ക് തോന്നിയത് ഒരു മിന്നൽ എന്റെ തലയിൽ കൊണ്ടുവന്ന. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഫോട്ടോയിൽ ഇലക്ട്രിക് കണക്ഷൻ ഒന്നും ഇല്ലെന്നേ. എന്തായാലും ഞാൻ നോക്കട്ടെ. എനിക്കൊരു കുഴപ്പമില്ലല്ലോ. എനിക്ക് ഷോക്കടിച്ചു, അത് സത്യമാ. തറയിൽ വീണ് കഴിഞ്ഞപ്പോ പിന്നെയും തോന്നി ഒരു വൈദ്യുതി പ്രവാഹം. അമ്മ എന്തിനാ വെറുതെ ഈ ഫോട്ടോ എടുക്കാൻ പോയത്? ആ സാരമില്ല, ഏതായാലും കഴിഞ്ഞത് കഴിഞ്ഞു. വാ, താഴേക്ക് പോവാം നമുക്ക്. ഇല്ലില്ല, ഞാനില്ല താഴേക്ക്. അമ്മേ, താഴെ പൂജ നടക്കുക. ഞാനില്ല ഒരു പൂജയ്ക്കും. ഇവളില്ലേ ഈ സുഭദ്ര, ഇവൾക്ക് എന്നോടാ ശത്രുത മുഴുവനും. അതൊക്കെ വെറുതെ തോന്നുന്നതാ ഭവാനിയമ്മേ. അല്ല, വെറുതെ തോന്നുന്നല്ല. കഴിഞ്ഞ തവണ ഫോട്ടോ മറിഞ്ഞു വീണ് ചില്ല് കുത്തി കയറി എന്റെ ദേഹത്ത്. ഇപ്പൊ ദേ ഇതും. എല്ലാം ഇവളുടെ കളിയാ. ഞാനില്ല ഇനി ഒന്നിനും. അമ്മ ഇല്ലാതെ ഈ പൂജ എങ്ങനെയാ? നീ പോയാ മതി. ഞാൻ എന്റെ മുറിയിൽ പോയി കിടന്നോളാം. അത് മതി. ശരി, നിങ്ങൾ അമ്മയെ മുറിയിലാക്ക. അമ്മേ വാ, പതുക്കെ എഴുന്നേക്ക. അമ്മയെ പിടിക്ക. മണിച്ചൻ വാ. ഈ സാരി തനിക്ക് നന്നായി ഇണങ്ങുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചതാ. ആഹാ, അത് കൊള്ളാലോ. ഇങ്ങനത്തെ നല്ല കാര്യങ്ങൾ മനസ്സിൽ തോന്നിയാ അപ്പോഴേ പറയണ്ടേ. ഞാൻ വിചാരിച്ചത് എന്നിൽ എന്തോ കുറ്റം കണ്ടുപിടിച്ചു എന്നാ. അതിന് തന്നെ കുറ്റം പറയാൻ എന്താ ഉള്ളത്? ഒന്നുമില്ലല്ലോ. ആഹാ, എന്നിട്ട് ചില നേരത്തെ പെരുമാറ്റവും ദേഷ്യവും ഒക്കെ കാണുമ്പോ എനിക്ക് അങ്ങനെ അല്ലല്ലോ തോന്നാറ്. ഞാനെന്തോ വലിയ തെറ്റ് ചെയ്തു എന്നാണല്ലോ.
അയ്യോ, പ്രസാദേട്ടനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. പെട്ടെന്ന് ഓർത്തപ്പോ അറിയാതെ നാവീന്ന് വീണെന്നേ ഉള്ളൂ. സാരമില്ല, പലതും എന്റെ തെറ്റ് തന്നെയാ. ചെറിയൊരു ഈഗോ കൊണ്ട് തുറന്നു പറയാറില്ലെന്നേ ഉള്ളൂ. അയ്യോ, പ്രസാദേട്ടന് എന്തിനാ എന്റെ അടുത്ത് ഈഗോ? എന്റെ മനസ്സിൽ ഞാൻ എത്രയോ വലിയ സ്ഥാനത്താ പ്രസാദേട്ടനെ നിർത്തിയിരിക്കുന്നറിയോ? എന്റെ ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ, ഗൈഡ്, സംരക്ഷകൻ, നല്ല ബിസിനസ് പാർട്ട്ണർ, അങ്ങനെ അങ്ങനെ. കേൾക്കുമ്പോ നല്ല സുഖം. താനിതില് സോപ്പിന്റെ ഹോൾസെയിൽ ഡീലർഷിപ്പ് എടുത്തിട്ടുണ്ടെന്നാ ഇപ്പൊ എന്റെ സംശയം. ഓഹോ, അത് ശരി. ചങ്കെടുത്ത് കാണിച്ചപ്പോ അത് വെറും ചെമ്പരത്തി പൂവല്ലേ? മേലിൽ ഇനി നല്ലതൊന്നും പറയില്ല ഞാൻ. പോടുന്നു. സമയം കളയണ്ട, വീട് പൂട്ടിയിട്ട് ഇറങ്ങാം നമുക്ക്. ആരാ പ്രസാദേട്ടാ? നാഥൻ സാറാ. ഞാൻ ഓർത്തു മുരളിയോ ഹരിയോ ആണെന്ന്. ഹലോ നാഥൻ സാർ. ആ പ്രസാദ്, നിങ്ങൾ എവിടെ എത്തിയപ്പോ? ഞങ്ങൾ ഇറങ്ങാൻ തുടങ്ങി സാർ. 1 മണിക്കൂറിനുള്ളിൽ എത്തും. ആ ശരി ശരി. ഏതായാലും ഒരുപാട് തിരക്ക് കൂട്ടണ്ട, സാവധാനം എത്തിയാ മതി. ആണോ? എന്തു പറ്റി? ഒന്നും പറ്റിയിട്ടല്ല. ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് ഇവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടായി. ചില ദുർനിമിത്തങ്ങളെന്ന് പറയാം. അയ്യോ, അതറിഞ്ഞില്ലല്ലോ സാർ. എന്താണ് സാർ? കാര്യമായ കുഴപ്പമെന്തെങ്കിലും? ഏയ്, തൽക്കാലം പ്രശ്നമൊന്നുമില്ല. പക്ഷെ പറഞ്ഞല്ലോ, വളരെ പ്രധാനപ്പെട്ട പൂജാ ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്. പല ദിക്കിൽ നിന്നും അത് മുടങ്ങാനുള്ള വിഘ്നങ്ങളൊക്കെ സംഭവിക്കുമെന്നാ തിരുമേനി പറയുന്നത്. ഓ, അതുകൊണ്ടാണ് ഞാനിപ്പം വിളിച്ചതും. ശ്രദ്ധിച്ച് വണ്ടി ഓടിച്ചേ വരാവൂ. സ്റ്റാർട്ട് ഏർലി, ഡ്രൈവ് സ്ലോലി ആൻഡ് റീച്ച് സേഫ്ലി എന്ന് പറയാറില്ലേ? അത്ര തന്നെ. ശരി സാർ, സൂക്ഷിച്ചോളാം. അല്ല, അച്ഛനുണ്ടോ നിങ്ങളുടെ കൂടെ? ഇല്ല സാർ, മോൻ നാട്ടിലേക്ക് പോയിരിക്കാം. ഓ ഐ സി. അവനെ കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ആ സാരമില്ല, നിങ്ങൾ രണ്ടുപേരും വരൂ, ഞങ്ങൾ വെയിറ്റിംഗാ. ഓക്കെ സാർ, ഞങ്ങൾ ഇതായെത്തി. ഓക്കെ. നാഥൻ സാർ എന്താ പറയുന്നേ? സൂക്ഷിച്ചല്ലേ, അവിടെ എന്തൊക്കെയോ ദുർനിമിത്തങ്ങൾ കണ്ടുവന്ന്. ഓ കഷ്ടം. സാർ ഒരു നല്ല മനുഷ്യനല്ലേ? എന്നിട്ടും ഈശ്വരൻ എന്തിനാ ഇങ്ങനെ പരീക്ഷിക്കുന്നതല്ലേ? സാരമില്ലെന്നേ, പൂജ നടക്കുമ്പോ സാറിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മനസ്സുകൊടുത്ത് പ്രാർത്ഥിച്ചാൽ മതി. അത് പിന്നെ പറയാനുണ്ടോ? അച്ചു പറഞ്ഞു പറഞ്ഞ് നാഥൻ സാർ ഇപ്പോ നമ്മുടെ അടുത്ത ബന്ധുവിനെ പോലെ ആയില്ലേ? എന്തായാലും അദ്ദേഹത്തെ ഇന്ന് നേരിട്ട് കാണാൻ കഴിയുമല്ലോ, അതിന്റെ ഒരു ത്രില്ലില്ല ഞാനും. ശരി, കേറ്, പോയേക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.